നമ്മളിപ്പോ എന്തായാലും ഒരു 3-4 ദിവസമായിട്ട് നമ്മളെ സ്വന്തം പെരയിലാണ് ഇപ്പൊ ഉള്ളത്. നിങ്ങളോടൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് പോന്നിക്കണത്. നിങ്ങൾ കുട്ടികളൊന്നും ചിലപ്പം പോന്നിട്ടില്ല, ഞാൻ തന്നെ ഉള്ളൂ. മൂപ്പരും കുട്ടികളും അവിടെയാണ്. പെട്ടെന്ന് സുഖമില്ലാന്ന് കണ്ടപ്പോ അതുകൊണ്ട് വെച്ചാന്ന് തോന്നിയപ്പോ പോകുന്നതാണ്. നമുക്കതാണല്ലോ നല്ലത്. നമ്മളമ്മമാരൊക്കെ ഉണ്ടാവുമ്പോ കൂടെ പുറപ്പുകളുണ്ടാവുമ്പോ തടി കൊണ്ട് വെച്ചാന്ന് തോന്നുമ്പോ അവനവന്റെ പെരയാണ് എപ്പോഴും. കൂടുതലധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് മലപ്പുറം എൻ്റെ നാടാട്ടോ. എൻ്റെ നാട്ടിലെ ലൈലാത്താൻ്റെ വിഷയമാണ്. അപ്പോൾ ഈ ലൈലാത്താൻ്റെ വിഷയം എന്താണെന്ന് ഞാൻ ജസ്റ്റ് നോക്കിയാട്ടോ. എല്ലാവരും ഇങ്ങനെ ലൈലാത്ത എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ്, എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ആരാണ് ലൈലാത്ത ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ അടിച്ചു പോയി. അപ്പോൾ ഇവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, മലപ്പുറം കിച്ചൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ഞാൻ ഈ താത്താനെ ആദ്യമായിട്ട് കാണുന്നത്, ബുർക്കയെല്ലാം ഇട്ടിട്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഇപ്പോൾ ഈ ലൈലാത്താൻ ഇത്രയും ആൾക്കാർ വിമർശിക്കണമെന്നാണ് ലൈലാത്താനെ കുറിച്ച് ആൾക്കാർ ഇങ്ങനെ പറയണത് അല്ലേ? എന്താണ് വിഷയം എന്ന് ഞാൻ നോക്കി. സത്യത്തിൽ ആ ചാനലെടുത്ത് നോക്കിയാൽ ആ താത്താൻ്റെ ഫാമിലി വ്ളോഗ്, അതായത് ഓരോ കാര്യങ്ങൾ മലപ്പുറം ഭാഷയിൽ ഇങ്ങനെ താത്ത സംസാരിക്കുന്നുണ്ട്. ഓരോരോ വിഷയങ്ങളാണ്, വീട്ടിലെ കാര്യങ്ങൾ, മക്കളെ കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫാമിലി ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ അതാണ് ഞാൻ നോക്കിയപ്പോൾ. ഇവിടെ എന്താണ് വിഷയം എന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. എന്തിൻ്റെ പേരിലാണ് ആൾക്കാർ താത്താനെ വെച്ച് താത്താനെ വെച്ച് ഇങ്ങനെ സംസാരിക്കണമെന്നുള്ളത്, എന്താ ഇപ്പോൾ ഒരു വിഷയം ഉണ്ടായിരുന്നത്. അപ്പോഴാണ് ഞാൻ മറ്റൊരു യൂട്യൂബറെ ഒരു വീഡിയോ കാണുന്നത്. ആളെ പേര് ഞാൻ അവിടെ പറയുന്നില്ല. ഓക്കെ, ആ വീഡിയോയിൽ ആ താത്താൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് ആൾ പറയുന്നുണ്ട്, താത്ത എല്ലാ കാര്യവും പരസ്യമാക്കുകയാണ്, താത്ത ഇങ്ങനെ വളമ്പുകയാണ് കുറേ കാര്യങ്ങൾ, പബ്ലിക് ആക്കേണ്ട കാര്യങ്ങൾ, പേഴ്സണൽ പറയേണ്ട കാര്യം, പ്രൈവറ്റായി നിൽക്കേണ്ട കാര്യം താത്ത ഇങ്ങനെ പബ്ലിക് ആക്കുകയാണ്. ഇതാണ് ഓൻ പറയണ കാര്യം. അപ്പം ഞാൻ ചിന്തിച്ചു, എന്താണ് ഇപ്പോൾ ഇത്രയും വലിയൊരു പ്രശ്നം ഇതിലുള്ളത്. താത്താൻ്റെ ഓൾറെഡി ചെയ്യുന്നത് ഫാമിലി വ്ളോഗിങ്. താത്താക്ക് ഇഷ്ടമാണെങ്കിൽ താത്ത പറയട്ടെ. അതിനിപ്പം നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് ശരിയുള്ള കാര്യമാണോ? താത്ത പറയണ്ടെന്ന് പറഞ്ഞിട്ട് താത്ത അതിൽ എല്ലാ കാര്യങ്ങളൊന്നും വെട്ടി തുറന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ കുറച്ച് താത്താൻ്റെ ആ വീഡിയോസൊക്കെ ഞാൻ കണ്ടു. പിന്നെ ഇവർക്കുള്ള പ്രശ്നം, താത്ത ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പോന്നു, സ്വന്തം വീട്ടിൽ നിന്നു എന്നാണ് പറയുന്നത്. എന്താ അതിലിത്ര തെറ്റെന്ന് എനിക്ക് മനസ്സിലാണില്ല. ആർക്കും സ്വന്തം വീട്ടിൽ പോയി നിൽക്കാൻ പറ്റില്ല. അവർക്ക് അവരുടെ എന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങളുണ്ടാവും, അത് അവർ സ്വന്തം വീട്ടിൽ നിൽക്കുക, അവരെ വീട്ടിൽ നിൽക്കുക, അല്ലെങ്കിൽ വേറെ ആരെയും വീട്ടിൽ നിൽക്കുക, അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ. അതൊക്കെ നമ്മളെന്തിനാ വെറുതെ ഇങ്ങനെ സംസാരിക്കും? അത് അവരങ്ങ് വ്ളോഗിൽ ഇങ്ങനെ അവരുടെ വീഡിയോയിൽ അവർ സംസാരിക്കട്ടെ. അതൊക്കെ വലിയൊരു ചർച്ചയാക്കി എടുത്ത് സംസാരിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിത് നോക്കിയപ്പോൾ എനിക്ക് യൂട്യൂബിൽ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ കാര്യമാവും. ഇവർക്ക് എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് കിട്ടിയാൽ, സബ്ജക്റ്റ് ഓക്കെയാണ്, നമുക്ക് നല്ലൊരു വിഷയം കിട്ടിയാൽ നമുക്ക് ചെയ്യാം. പക്ഷെ ഒരു നിസ്സാര കാര്യം, അത് ഒന്നുമില്ല. ഇത് ഭർത്താവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും, എന്താ നമുക്കറിയില്ല. അതിൻ്റെ പേരിലോ, അതല്ല താത്താക്ക് എന്തെങ്കിലും സുഖമില്ലാത്തതിൻ്റെ പേരിലോ എന്തെങ്കിലും പ്രശ്നമാവട്ടെ, താത്താൻ്റെ സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ വേറെ ആരും വീട്ടിൽ പോയി നിൽക്കുന്നു, അതിനിപ്പോൾ എന്താ അത്ര വലിയ സംഭവം? താത്ത അത് വ്ളോഗിങ്ങിലൂടെ സംസാരിക്കുന്നുണ്ട് കാര്യങ്ങൾ, അതിലിപ്പോൾ എന്താ പ്രശ്നം? ആ താത്ത ഫാമിലി വ്ളോഗിങ്ങാണ് ചെയ്യുന്നത്, എല്ലാവർക്കും അറിയാം. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയുന്നതല്ല. അപ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. അതിലിപ്പോൾ എന്താ തെറ്റെന്താ? നിങ്ങളൊന്ന് പറ. ഞാൻ അതിൽ ഒരു തെറ്റും കണ്ടിട്ടില്ല, ഒരു തെറ്റും ഞാൻ കണ്ടിട്ടില്ല. താത്ത ഓപ്പണായിട്ട് ലൈലത്താത്ത ഉള്ള എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്. താത്താൻ്റെ ഫാമിലി കാര്യങ്ങൾ, അതുപോലെ തന്നെ ഓരോരോ ചെറിയ കാര്യങ്ങൾ, കാരണം സന്തോഷം സങ്കടമൊക്കെ പറയുന്നുണ്ട്. പല കാര്യങ്ങളും വിശേഷങ്ങളും, കാരണം ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ആളധികം ചെയ്യുന്നത്. അതുകൊണ്ട് കാരണം നിങ്ങൾ ഏതൊരു ഫാമിലി വ്ളോഗേഴ്സിൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാലും അവർ ചെറിയ കാര്യങ്ങളൊക്കെ അവർ ഷെയർ ചെയ്യും. അതതിൻ്റെ ഒരു ഭാഗമാണ്. അവർ ലൈഫിൽ നടക്കുന്ന ചായ ഉണ്ടാക്കുന്നതും ചോറുണ്ടാക്കുന്നതും പിന്നെ പോകുന്നതും വരുന്നതും അല്ലെങ്കിൽ ഗസ്റ്റ് വന്നതും അല്ലെങ്കിൽ സാധനം മേടിച്ചതും എല്ലാ കാര്യങ്ങളും അവർ പറയും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് താത്താൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ താത്ത ഷെയർ ചെയ്തു. പിന്നെ സ്വന്തം വീട്ടിൽ വന്ന് നിന്നു, അതിൽ തെറ്റുള്ള കാര്യമൊന്നുമല്ല. സ്വന്തം വീട്ടിൽ പോയി നിൽക്കുകയാണ് എന്ത് തെറ്റായുള്ളത്? എത്ര ആൾക്കാർ സ്വന്തം വീട്ടിൽ പോയി നിൽക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ചുഴിന്നിറങ്ങണം, നിങ്ങൾ എന്തിനാണ് പോയി നിന്നത്, എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഇടയിൽ അവരുടെ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുക എന്നുള്ളതാണ് മെയിനായിട്ട് ആൾക്കാർ സ്വഭാവം. അതങ്ങ് മാറ്റിയാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റുക.
പിന്നെ താത്ത പേഴ്സണൽ കാര്യങ്ങൾ പറയുന്നു, അത് പറയട്ടെ, അത് അവരുടെ ഇഷ്ടമല്ല. അവർ പറയുന്നതും പറയാത്തൊക്കെ. യൂട്യൂബ് എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ കാര്യങ്ങൾ പറയാനുള്ളത്, ചിലപ്പോൾ അവർക്ക് പേഴ്സണൽ കാര്യങ്ങൾ പറയാനുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയാനുണ്ടാവും, അത് അവർ പറയട്ടെ. ലെറ്റ് ദം സ്പീക്ക്. നമ്മൾ അത് ബേസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ സംസാരിക്കുക. അവർ പറയണ കാര്യം, അവർ ഒരു കോൺട്രവേഴ്സി ആയിട്ടുള്ള സബ്ജക്റ്റിനെ കുറിച്ചല്ല സംസാരിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സബ്ജക്റ്റേ അവിടെ ഇല്ല. ഞാനിങ്ങനെ നോക്കിയ താത്താൻ്റെ വീട്ടിൽ എന്താത്ര വലിയൊരു സംഭവം ഉള്ളത് വെച്ചപ്പോൾ ഒരു സംഭവമില്ല. ഇപ്പം ഇതൊക്കെ എടുത്തിട്ടാണ് ഇവിടെ കുറച്ച് യൂട്യൂബേഴ്സ് വലിയ രീതിയിൽ താത്താൻ്റെ കാര്യം എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു താത്താൻ്റെ കാര്യം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്താ ഇപ്പോൾ താത്തക്ക് പറ്റിയെന്ന് ചോദിച്ചു. ആ താത്തക്ക് എന്താ പറ്റിയത് നോക്കുമ്പോൾ ഒന്നുമില്ല, ഒരു സംഭവവും ഇല്ല പറയാൻ മാത്രം. നിസാരെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതാണ് സത്യം. നിസാരെന്ന് പറയാനുമില്ല. പേഴ്സിൻ്റെ ഒരു നിലവാരം ഞാൻ അങ്ങനെ നോക്കിയായിരുന്നു. കാരണം ഇത്ര അധികം എന്തെല്ലാം ചെയ്യാനുണ്ട് സംഭവത്തിൽ. ഒരു സംഭവം ഇല്ലാത്ത, ഒരു വിഷയമില്ലാത്ത ഇങ്ങനെയൊക്കെ പറഞ്ഞെടുത്താണ്ട് പിന്നെ കണ്ടൻ്റൊക്കെ വേണ്ടല്ലേ എന്തെങ്കിലുമൊക്കെ പറയാൻ. വേറൊന്നും പറയാനില്ല, ആ താത്താൻ്റെ കാര്യം തന്നെ പറയാനുള്ളൂ. എൻ്റെ വീഡിയോൻ്റെ ചെറിയൊരു ക്ലിപ്പ് ഞാൻ കാണിക്കാം. ഓക്കെ, ആകെ പറയാനുള്ള ഒരു കാര്യമുള്ളൂ, ആ താത്താൻ്റെ വൈക്ക് വിടുക. ആ താത്ത വീഡിയോ ചെയ്യുക, എന്ത് വേണേൽ ആയിക്കോട്ടെ. നമ്മൾ ആ കാര്യത്തിൽ ഇടപെടാനോ ഒന്നിനും പോകണ്ട. അത് നമ്മളെ ബാധിക്കുന്ന കാര്യമേ അല്ല, ആരെയും ബാധിക്കുന്ന കാര്യമല്ല. ഓക്കെ, അവരവരുടെ ഇഷ്ടത്തിന് അവർ നിൽക്കട്ടെ, നമ്മൾ നമ്മളെ കാര്യം നോക്കി നിൽക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.